നമസ്കാരം. ഭാരതത്തിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ശാസ്ത്ര സാങ്കേതിക രംഗങ്ങളിൽ ആധുനിക മനുഷ്യർ അത്ഭുതകരമായ നേട്ടങ്ങൾ കൈവരിച്ചു കഴിഞ്ഞു. എങ്കിലും മാറാരോഗങ്ങൾ, വിനാശകരമായ യുദ്ധസാധ്യതകൾ തുടങ്ങി നിരവധി ദുഃഖങ്ങൾ നമ്മെ അനുനിമിഷം അലട്ടിക്കൊണ്ടിരിക്കുന്നു. പൗരാണിക ഭാരത സംസ്കൃതിയിൽ ഇതിനുള്ള പരിഹാരം തേടുകയാണ് ഭാരതം എന്ന ഈ പരിപാടിയിലൂടെ. ഇന്നും പതിവ് പോലെ നമ്മുടെ കൂടെയുള്ളത് ഇന്റിമസി ഹീലിംഗ് വില്ലേജിന്റെ സ്ഥാപകൻ ശ്രീ ഗുരു യോഗീശ്വരനാണ്. അദ്ദേഹത്തെ നമുക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം ഗുരുജി. നമസ്തേ ഗുരുജി, നമ്മൾ കഴിഞ്ഞ അധ്യായത്തിൽ സംസാരിച്ച വിഷയവുമായി ഒരു പ്രേക്ഷക ഒരു സംശയം ഉന്നയിച്ചിട്ടുണ്ട്. നമുക്ക് ആ കത്തൊന്ന് വായിക്കാം. തിരുവനന്തപുരത്ത് നിന്ന് വിഷ്ണുവാണ് ചോദിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ പ്രായമായ മുത്തശ്ശൻ മരിക്കുന്ന സമയത്ത് അദ്ദേഹം ആൾക്ക് മുന്നേ മരിച്ച അച്ഛനും അമ്മയൊക്കെ ആയിട്ട് സംസാരിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. ഇതുപോലെയുള്ള അനുഭവം ഞാനും കേട്ടിട്ടുണ്ട്. മരണപ്പെട്ട ആൾക്കാരായിട്ട് സംസാരിക്കുന്നു, അല്ലെങ്കിൽ മരണക്കിടക്കയിൽ കിടക്കുമ്പോൾ മരിക്കാറായി എന്നുള്ള തോന്നലൊക്കെ ഉണ്ടായിട്ടുണ്ടെന്ന്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സംശയം ഇതാണ്, ഈ കഴിഞ്ഞ സമയത്ത് സംസാരിച്ച വിഷയത്തിൽ സംഭവിച്ചതും അതായിരിക്കുമോ എന്നാണ്. സമാധിയായി എന്ന് പറയുന്നതിന് മരണപ്പെടുന്നതിന് മുന്നേ തോന്നിയൊരു ചിന്തയാണോ ഇവർ സമാധിയായിട്ട് കണക്കാക്കിയിട്ടുള്ളതെന്നാണ്. എന്താണ് ഗുരുജിക്ക് അതിനെപ്പറ്റി പറയാനുള്ളത്? അല്ല, ഈ സംശയത്തിന് ഒരു അടിസ്ഥാനമുണ്ട്. പക്ഷേ അത് സമാധിയുമായിട്ട് ബന്ധപ്പെട്ടതല്ല. ഈ പ്രശ്നമെന്ന് പറഞ്ഞാൽ ഇന്ത്യൻ പൗരാണിക ശാസ്ത്രം ഇന്നത്തെ അൾട്രാ മോഡേൺ സയൻസിനേക്കാൾ അഡ്വാൻസ്ഡാണ്. പിന്നെ ഇനി യുക്തിവാദികളൊക്കെ എനിക്കെതിരെ സമരത്തിന് വരുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എങ്കിലും വലിയൊരു ശാസ്ത്രജ്ഞൻ്റെ ഒരു കോട്ട് ഞാൻ പറയാം. ഡോക്ടർ ഫ്രിജഫ് കാപ്ര എന്നൊരാളുണ്ടായിരുന്നു. പുള്ളി ഹൈ എനർജി ഫിസിസിസ്റ്റാണ്. അപ്പോൾ അദ്ദേഹമാണ് ഈ ടാവോ ഓഫ് ഫിസിക്സ്, ടേണിംഗ് പോയിൻ്റ് എന്ന് പറയുന്ന 2 ബെസ്റ്റ് സെല്ലേഴ്സ് എഴുതിയത്. അപ്പോൾ പുള്ളി ഇങ്ങനെ ഒരു പരിധി കഴിഞ്ഞപ്പോൾ ശാസ്ത്രത്തിൻ്റെ ഒരു അന്വേഷണം കഴിഞ്ഞ് പിന്നെ ടിബറ്റിലൊക്കെ വന്ന് മെഡിറ്റേഷനൊക്കെ പ്രാക്ടീസ് ചെയ്ത് അതിനുശേഷമാണ് ഈ പുസ്തകം എഴുതിയത്. അതിൽ അദ്ദേഹം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, വെയർ ദ അൾട്രാ മോഡേൺ സയൻസ് ഹാസ് അബ്രപ്റ്റ്ലി സ്റ്റോപ്ഡ്, there the Indian spirituality has got its beginning. എവിടെയാണോ ആധുനിക ശാസ്ത്രം മുന്നോട്ട് പോകാനാകാതെ പകച്ചു നിൽക്കുന്നത്, അവിടെ നിന്നാണ് പൗരാണിക ഭാരതത്തിൻ്റെ ശാസ്ത്രം, ആത്മീയ ശാസ്ത്രം തുടങ്ങിയിരിക്കുന്നത്. എങ്ങനെയുണ്ട്? അപ്പോൾ ഇവിടെ എല്ലാവർക്കും പൗരാണിക ശാസ്ത്രത്തെക്കുറിച്ച് അഭിപ്രായം പറയാം. കാരണം അതിന് പ്രത്യേകിച്ച് ക്വാളിഫിക്കേഷനൊന്നും വേണ്ട. ഇതാണ് ഇതിൻ്റെ ഒരു പ്രശ്നം. അതേസമയം ഒരു ശാസ്ത്രത്തെക്കുറിച്ച്, ആധുനിക ശാസ്ത്രത്തെക്കുറിച്ച് ഒരു അഭിപ്രായം പറയണമെങ്കിൽ ആൾക്കാർ ചോദിക്കും, നീ അത് പഠിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കും, ഇല്ലേ? ഇവിടെ ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെ വീട്ടുകാർ സമാധി എന്ന് പറയുന്നു. അല്ലെങ്കിൽ ഇപ്പോൾ ഈ നമ്മളെ പ്രേക്ഷകൻ തന്നെ ഈ ചോദ്യം ചോദിച്ചു. ഇവർക്കെല്ലാവർക്കും സ്വാതന്ത്ര്യമുണ്ട് ഈ ശാസ്ത്രത്തെക്കുറിച്ച് അറിയാനോ അതിനെക്കുറിച്ച് പറയാനോ. അവിടെയാണ് പ്രശ്നം. നമുക്ക് കൂടുതൽ സ്വാതന്ത്ര്യം കിട്ടുമ്പോഴേ വ്യക്തികൾ ഓരോരുത്തരും കൂടുതൽ ഉത്തരവാദിത്വമുള്ളവരാകണം. ഇതാണ് ജനാധിപത്യ സംവിധാനവും ഡിക്റ്റേറ്റർഷിപ്പുമായിട്ടുള്ള വ്യത്യാസം. ഇപ്പോൾ ഒരു സ്ഥലത്ത്, ഇപ്പോൾ ദുബായ്, അബുദാബി, ഒമാൻ, ഈ സ്ഥലങ്ങളിലൊക്കെ രാജഭരണമാണ്. അപ്പോൾ വ്യക്തികൾ വലിയ ഉത്തരവാദിത്വമുള്ളവരാവണമെന്നൊന്നുമില്ല. കാരണം എന്തെന്നറിയോ? നിയമം വളരെ ശക്തമാണ്. നിയമം പാലിച്ചേ മതിയാവും. ഇല്ലെങ്കിൽ വിചാരണ ഇല്ലാതെ വേണമെങ്കിലും ശിക്ഷിക്കപ്പെടാം. അതുകൊണ്ട് ആൾക്കാർക്ക് ഭയമുണ്ട് നിയമം ലംഘിക്കാൻ. എങ്കിലും നിയമലംഘനങ്ങളൊക്കെ നടക്കുന്നുണ്ട്, അതനുസരിച്ചുള്ള ക്രൂരമായ ശിക്ഷകളും നടക്കുന്നുണ്ട്. പക്ഷേ ജനാധിപത്യ സംവിധാനത്തിൽ അതല്ല. ജനാധിപത്യ സംവിധാനത്തിൽ ആൾക്കാർക്ക് ഭയം വേണ്ട. അപ്പോഴോ അവർക്ക് കൂടുതൽ ഉത്തരവാദിത്വം, വ്യക്തിപരമായ ഉത്തരവാദിത്വം വേണം. പക്ഷേ ഗുരുജി, അങ്ങനെ ഫ്രീഡം കിട്ടുമ്പോൾ എക്സ്പ്ലോയിറ്റേഷൻ അല്ലേ കൂടുതൽ നടക്കുന്നത്? ആ എക്സ്പ്ലോയിറ്റേഷൻ നടക്കുന്നത് എന്തുകൊണ്ടാണ്? ശരിക്കും വ്യക്തിക്ക് ധാർമ്മിക ബോധമില്ലാത്തത് കൊണ്ടാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ആതിര ഒരു വീട്ടിൽ ചെന്നു, അവിടെ കുറച്ച് രൂപ ഇരിക്കുകയാണ്. ആതിര മോഷ്ടിക്കുമത്. എന്തുകൊണ്ട്? എൻ്റെ അല്ലാത്തത് കൊണ്ട്. അതെ, ഈ എൻ്റേതല്ലാത്തത് ഞാൻ എടുക്കരുത് എന്ന ബോധത്തെയാണ് ധാർമ്മികത എന്ന് പറയുന്നത്. മനസ്സിലായ? അതേസമയം ഈ ധാർമ്മികത ഇല്ലെങ്കിലോ, ഇല്ലാത്തൊരാളാണെങ്കിൽ ഈസിയായിട്ട് എടുത്തിട്ട് പോവില്ലേ?
യൂറോപ്യൻ കൺട്രീസിൽ പല സ്ഥലങ്ങളിലും പെട്രോള് നിങ്ങൾക്ക് ഇഷ്ടം പോലെ ചെന്ന് പെട്രോൾ ഫില്ല് ചെയ്തിട്ട് പോകാം കാറിൽ. അവിടെ നിങ്ങൾക്ക് സൗകര്യമുണ്ടെങ്കിൽ പൈസ ഇട്ടാൽ മതി. അങ്ങനെയുള്ള ചില സ്ഥലങ്ങളുണ്ട്. പത്രങ്ങൾ വെച്ചിട്ടുണ്ട് പല സ്ഥലത്തും. അവിടെ നിങ്ങൾക്ക് പൈസ എവിടെ ഇടാം, പത്രം എടുത്തിട്ട് പോകാം. ഇട്ടില്ലെങ്കിൽ ആരും നോക്കാനുമില്ല. അതാണ് ജനാധിപത്യത്തിൻ്റെ ആ ഒരു ഭംഗി. ആ ധാർമ്മികത ഉണ്ടെങ്കിൽ അത് ഏറ്റവും നല്ലൊരു സംവിധാനമാണ്. പക്ഷേ ധാർമ്മികത ഇല്ലെങ്കിലോ ഏറ്റവും അപകടകരവുമാണ് ജനാധിപത്യം. അതിൻ്റെ ഒരു ദൂഷ്യവശം ഇന്ത്യ ഇന്ന് അനുഭവിക്കുന്നുണ്ട്. രാജ്യത്തെക്കുറിച്ച് അല്ലെങ്കിൽ പൗരാണികതയെക്കുറിച്ച് ധാർമ്മിക മൂല്യങ്ങളെക്കുറിച്ച് എത്ര ശതമാനം ഇന്ത്യക്കാർ ബോധവാന്മാരാണ്? ചിലപ്പോൾ അതൊരു വിമർശന വിധേയമായൊരു ചോദ്യമാണ്. പക്ഷേ എനിക്ക് ഈ അഭിപ്രായമുണ്ട്, ഇന്ത്യൻ ജനാധിപത്യം അല്ലെങ്കിൽ ഇന്ത്യൻ ജനത ജനാധിപത്യത്തിന് വേണ്ടി പരുവപ്പെട്ടിട്ടില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം ഞാൻ ഒരുപാട് രാജ്യങ്ങളിൽ യാത്ര ചെയ്യുന്നുണ്ട്. അവിടെയൊക്കെ ഇല്ലാത്തൊരു കാര്യമാണ് ഇത്രയും സ്വാതന്ത്ര്യം. ഈ നാട്ടിൽ കിട്ടുന്ന സ്വാതന്ത്ര്യം ലോകത്തൊരു സ്ഥലത്തും ഞാൻ അനുഭവിച്ചിട്ടില്ല. പക്ഷേ ഏറ്റവും കൂടുതൽ ദുരുപയോഗം ചെയ്യുന്നതും ഈ നാട്ടിൽ തന്നെയാണ്. അത് ജനാധിപത്യത്തിലേക്ക് വേണ്ടി ഇന്ത്യൻ മനോതലം, ജനസമൂഹത്തിൻ്റെ ആ മാനസികാവസ്ഥ പരുവപ്പെട്ടിട്ടില്ല, പ്രാപ്തമായിട്ടില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ പല കാര്യങ്ങളും തെളിയിക്കുന്നത്. അതിൻ്റെ ഒരു പ്രകടഭാവമാണ് ഈ വന്നതും. ഈ ചോദ്യം ഇദ്ദേഹം ജെന്യുവിനായിട്ടാണ്, വളരെ സത്യസന്ധമായ ചോദ്യമാണ് ചോദിച്ചിരിക്കുന്നത്. മരണം അടുത്ത് വരുമ്പോൾ എല്ലാവരും ഏകദേശം ഒരു യോഗാവസ്ഥയിലെത്തും. പക്ഷേ ആ യോഗാവസ്ഥ എന്ന് പറയുന്നത് ബോധപൂർവമായുള്ള മാറ്റമാണ് സമാധി. അബോധപൂർവമായ മാറ്റത്തെയാണ് മരണം എന്ന് പറയുന്നത്, അല്ലേ? അപ്പോൾ സത്യത്തിൽ മരണവും സമാധിയും ഒന്നല്ലേ? ആണ്. ഒന്ന് സൂര്യയാനം, ഒന്ന് ചന്ദ്രയാനം എന്ന് പറയും. സൂര്യയാനം എന്ന് പറഞ്ഞാൽ ലൈറ്റ്, ജേണി ടുവേഴ്സ് ലൈറ്റ്, വെളിച്ചത്തിലേക്കുള്ള യാത്ര. അടുത്തത് അധോയാനം, ഇരുട്ടിലേക്കുള്ള യാത്ര, തമോ മാർഗം. അപ്പോൾ മരണം എന്ന് പറയുന്ന ഒരു വലിയ വേദനാജനകമായൊരവസ്ഥയാണ്. ഇതുവരെ ഇത്രയും വർഷം 90 വയസ്സ് ജീവിച്ച ഒരാൾ ജനിച്ച നാൾ മുതൽ ഈ ഇത്രയും നാൾ ഞാൻ എൻ്റേതെന്നും പറഞ്ഞ് പിടിച്ചു വച്ചിരുന്ന എല്ലാം, ദേഹമുൾപ്പെടെ ഞാൻ ഇത് എന്നിൽ നിന്ന് വിട്ടുപോകുന്നു എന്ന് ഒരു തോന്നൽ അനുഭവമായി വരുമ്പോൾ അവനുണ്ടാകുന്നൊരു അങ്കലാപ്പ് ആലോചിച്ച് നോക്കിയേ. അതൊരു മരണവേദന എന്ന് വെച്ചാൽ മൃഗീയമായൊരു വേദനയാണ്. സർവ്വതും നഷ്ടപ്പെടുമ്പോൾ ഉണ്ടാകുന്ന ഒരവസ്ഥ. ആ അവസ്ഥയിൽ ആ വേദന താങ്ങാൻ സാധാരണ സാധനാബലമില്ലാത്തൊരു മനുഷ്യന് മനസ്സിന് കഴിയില്ല. ആ സമയത്ത് എന്തു ചെയ്യും? ഇപ്പോൾ ഉദാഹരണത്തിന് എനിക്ക് ആക്സിഡൻറ്റ് പറ്റി, എൻ്റെ കൈ ഒന്ന് മുറിഞ്ഞു പോയാൽ ഒത്തിരി നേരം ഞാൻ അന്ന് ഒക്കിങ്ങനെ പിടിച്ച് നിന്നിട്ട് പതുക്കെ അങ്ങ് മയങ്ങും. കാരണം മൃഗീയമായ വേദന താങ്ങാൻ മനസ്സ് തയ്യാറല്ല. അത് ഷട്ട് ഡൗൺ ചെയ്യും, അബോധമായി കളയും. ഇതുപോലെ മരണവേദന തുടങ്ങുമ്പോൾ ആ അങ്കലാപ്പിൽ, ആ അസ്വസ്ഥതയിൽ മനസ്സ് ശരിക്കും അങ്ങ് ഉറങ്ങും. ആ ആത്യന്തികമായ ഉറക്കത്തെയാണ് മരണം, ഇരുട്ടിലേക്കുള്ള വീഴ്ചയാണ്. അവനറിയില്ല തമോ മാർഗത്തിൽ വീഴുകയാണ്. എന്നാൽ ദേഹം വിടാൻ പോകുന്നു എന്ന അറിവ് ഉണ്ടാകുമ്പോൾ സാധന ചെയ്ത മനുഷ്യൻ ബോധം വിട്ടുകൊടുക്കത്തില്ല. ഹീ വിൽ ഒബ്സർവ് വാട്ട്സ് ഹാപ്പനിങ് ഇൻസൈഡ്. സാക്ഷി രൂപേണ ദർശനം എന്നാണ് അതിൻ്റെ അർത്ഥം. സാക്ഷി എന്ന് പറഞ്ഞാൽ കണ്ടുകൊണ്ടിരിക്കുക, ആ പ്രവൃത്തിയിൽ ഇടപെടുന്നില്ല, പക്ഷേ കൃത്യമായി അത് കാണുകയാണ്. അപ്പോൾ മരണം എന്ന പ്രതിഭാസം ദേഹത്ത് സംഭവിക്കുമ്പോൾ മനസ്സിനെ മയങ്ങാൻ അവൻ അനുവദിക്കില്ല. മനസ്സിനെ അതീന്ദ്രിയ തലത്തിലേക്ക് അവൻ ഉയർത്തും. കാരണം സാധനാബലമുണ്ട്. അപ്പോൾ മരണം എന്ന പ്രതിഭാസം, അതായത് ശരീരത്തിലെ 5 പ്രധാന വായുക്കളിൽ 6ാം വായു ഉണരുന്നൊരു സമയമുണ്ട്. അതിനെയാണ് കുണ്ടലിനി ഉണർച്ച അല്ലെങ്കിൽ കുണ്ടലിനി അവേക്കനിങ് എന്ന് പറയുന്നത്. ഇത് സ്ഥിരം സാധന ചെയ്തവന് പ്രകൃതിയാൽ ദേഹം വിട്ടു പോകുമ്പോൾ ഉണ്ടാകുന്നൊരു അവസ്ഥ സുഖമായി നിരീക്ഷിച്ചുകൊണ്ടിരിക്കാൻ പറ്റും. അങ്ങനെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദേഹി അടുത്ത തലത്തിലേക്ക് പോകുന്നത് ഇവന് കാണാൻ പറ്റും. അത് ബോധപൂർവമായ ഒരു യാത്രയാണ്. അത് വെളിച്ചത്തിലേക്കുള്ള യാത്രയാണ് സൂര്യയാനം. അതാണ് മുക്തിമാർഗം, മോക്ഷമാർഗം. പിടികിട്ടുന്നുണ്ടോ? അപ്പോൾ ആ അവസ്ഥയിലേക്ക് മുന്നോട്ട് പോകുമ്പോൾ ഇവൻ അറിയുന്ന ആ ഒരു തലം അവനെ സ്വതന്ത്രമാക്കുമ്പോൾ, മരിക്കുന്ന ആൾ അബോധത്തിൽ വീഴുമ്പോൾ അവനെ ശരിക്കും ബദ്ധനാക്കുകയാണ് ചെയ്യുന്നത്, അസ്വതന്ത്രനാക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ രണ്ടും സംഭവിക്കുന്നതിന് മുമ്പ് 2 പേരും അറിയും
എനിക്കിത് സംഭവിക്കാൻ പോവാണ്. യോഗി സന്തോഷിക്കും, ഭോഗി സങ്കടപ്പെടും. അതുകൊണ്ടാണ് ഗുരുജി കഴിഞ്ഞൊരു അധ്യായത്തിൽ പറഞ്ഞത് സമാധിയാവുമ്പോൾ അതൊരു ആഘോഷമാക്കി മാറ്റുന്നു. അതെ, അവിടെ ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ എൻ്റെ അച്ചമ്മയ്ക്കും ഈ അനുഭവം ഉണ്ടാകുന്നത് ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ളതാണ്. മരണത്തിന് മിക്കവാറും ഒരു 4 ദിവസങ്ങൾക്ക് മുമ്പ്, അല്ലെങ്കിൽ 21 ദിവസങ്ങൾക്ക് മുമ്പ്, അല്ലെങ്കിൽ 41 ദിവസങ്ങൾക്ക് മുമ്പ് വരെയൊക്കെ ആൾക്കാർക്ക് ഈ പ്രാണൻ്റെ വ്യതിയാനം ബോധ്യപ്പെട്ടു തുടങ്ങും. ഇപ്പം നല്ല നിരീക്ഷണമുള്ള ആളാണെങ്കിൽ ചിലപ്പോൾ 41 ദിവസം മുമ്പ് വരെയൊക്കെ ആൾക്കറിയാം ഇതേ എന്തൊക്കെയോ സംഭവിക്കാൻ പോകണം. ഇനി എൻ്റെ ഒരു അനുഭവം പറയാം. ഞാൻ ഒമാനിൽ ആദ്യം കരാട്ടെ പഠിപ്പിക്കലായിരുന്നു എൻ്റെ ജോലി. അപ്പോൾ അവിടെ എൻ്റെ അടുത്ത് ഇന്ത്യൻ സ്കൂൾ മസ്കറ്റ്, അവിടെ ഒരു ക്ലാസ് ഉണ്ടായിരുന്നു എനിക്ക്. അതിലൊരു ശ്രീലങ്കൻ സ്കൂളിൽ പഠിക്കുന്നൊരു കുട്ടിയും കൂടെ ക്ലാസ്സിൽ വരുമായിരുന്നു. അപ്പോൾ നല്ലൊരു കുട്ടിയായിരുന്നു, പെൺകുട്ടി. എനിക്ക് തോന്നുന്ന ആ കുട്ടി 6-ലോ മറ്റോ പഠിക്കുകയായിരുന്നു. അവാന്തി അങ്ങനെ എന്തോ ആയിരുന്നു കുഞ്ഞിൻ്റെ പേര്. അപ്പോൾ നന്നായിട്ട് ചെയ്യുമായിരുന്നു. ഞാനവിടെ 3 വർഷം തുടർച്ചയായിട്ട് പഠിച്ചു. എനിക്ക് തോന്നുന്നു ഇതുവരെ ഓറഞ്ച് ബെൽറ്റ് വരെയൊക്കെ ആ കുട്ടിക്ക് കൊടുത്തു എന്ന് തോന്നുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ സന്യാസം സ്വീകരിച്ച് തിരിച്ചു വരുന്നത്. ഒടുവിൽ എൻ്റെ സന്യാസ ജീവിതമൊക്കെ കഴിഞ്ഞ് ശേഷം ഒരു 7 വർഷം കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ചു ചെന്നിട്ട് ഈ പഴയ ക്ലാസ്സുകളൊക്കെ തുടങ്ങാനായിട്ട് ഇന്ത്യൻ സ്കൂളിൽ ചെന്ന് പഴയ അഡ്രസ്സൊക്കെ എടുത്ത് ഇവർ ഓരോരുത്തരെയും ഞാൻ വിളിച്ചപ്പോൾ അവാന്തിയുടെ അമ്മ ഫോൺ എടുത്ത്. എന്നിട്ട് ഞാൻ പറഞ്ഞു, ഞാൻ ഇങ്ങനെ ശിവയാണ്, വന്നിട്ടുണ്ട്, ക്ലാസ് തുടങ്ങാൻ പോണ്. അവാന്തി എന്തേ? ഈ സ്ത്രീ പെട്ടെന്ന് കരഞ്ഞു. അങ്ങനെ എനിക്ക് മനസ്സിലായി എന്തോ പ്രശ്നമുണ്ടെന്ന്. ഞാൻ അവരെ വീട്ടിൽ പോകുമ്പോൾ അച്ഛനും അമ്മയും സംഭവം അവർ പറഞ്ഞത്, ഈ കുട്ടി ഒരു ദിവസം പെട്ടെന്ന് പറഞ്ഞ് എൻ്റെ റൂമൊക്കെ എനിക്ക് നന്നായിട്ട് അടുക്കി വെക്കണമെന്ന്. ആ അമ്മ കണ്ണീരോടെ പറഞ്ഞതാണ്. അപ്പോൾ അമ്മ ചോദിച്ചു, ഇപ്പോഴെന്തിനാണ് നിനക്ക് റൂമൊക്കെ? അല്ല, എന്നെ കാണാനായിട്ട് ഇനിയിപ്പോൾ ഒരുപാട് ആൾക്കാർ വരും, ഞാൻ വളരെയല്ലേ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അമ്മയും കൂടെയൊക്കെ സഹായിച്ചു. അപ്പോൾ കുട്ടി നന്നായി സീനിയറായി, മെച്യൂരിറ്റി വന്നല്ലോ എന്നൊക്കെ സന്തോഷിച്ച് അവർ റൂമൊക്കെ അറേഞ്ച് ചെയ്ത് വേറെ 2 ഫർണിച്ചറൊക്കെ മേടിച്ച് നല്ല പ്രസൻറ്റബിളാക്കി വെച്ചു. ഇത് കഴിഞ്ഞിട്ട് ഒരു 3 ആഴ്ച 4 ആഴ്ച, 1 മാസത്തിനകത്തെന്നാണ് അമ്മ പറഞ്ഞത്, പെട്ടെന്ന് സ്കൂളിൽ നിന്നൊരു കോൾ വന്നു. അവാന്തി മയങ്ങി വീണു, സ്റ്റെപ്പിൽ വീണു. അപ്പോൾ തല തട്ടുകയും ചെയ്തു. ഇമ്മീഡിയറ്റായിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി, പെട്ടെന്ന് വരണമെന്ന് പറഞ്ഞു. അങ്ങനെ ഇവർ ചെന്ന് നോക്കുമ്പോൾ ഒന്നും ചെയ്യാനില്ല. ഇറ്റ് വാസ് എ മാസീവ് ഹാർട്ട് അറ്റാക്ക്. കുഞ്ഞ് അവിടെ വെച്ച് മരിച്ചു. അപ്പോൾ എന്നിട്ട് ഈ അമ്മ പറയുകയാണ്, എൻ്റെ കുഞ്ഞിനെ കാണാൻ എല്ലാവരും വന്നു. ഭയങ്കര ഒരു ഹാർട്ട് ബ്രേക്കിംഗ് സിറ്റുവേഷനായിരുന്നു അത്. അപ്പോൾ 1 മാസത്തിനകത്ത്, ആഴ്ചകൾക്ക് മുമ്പ് ഈ മോൾക്ക് അറിയാമായിരുന്നു, അവൾ അറിഞ്ഞു ഇനിയിപ്പോൾ എന്നെ കാണാനായിട്ടൊക്കെ ആൾക്കാർ വരും എന്ന് ആ തോട്ട് ബോഡിയിൽ വന്നു, അല്ലെങ്കിൽ മനസ്സിൽ വന്നത്. പക്ഷേ അത് കുട്ടി എക്സ്പ്രസ് ചെയ്തത് വേറെ രീതിയിലാണ്. ദാറ്റ് മീൻസ് ഷീ ന്യൂ ദാറ്റ് ഷീ ഈസ് ഗോയിങ് ടു ഡൈ. മനസ്സിലായി? ഇത് എനിക്ക് വ്യക്തിപരമായ ഒരു അനുഭവമാണ്. അതുപോലെയാണ് ഇത് നമ്മൾ ചിന്തിച്ചാലെങ്കിൽ നമുക്ക് ചുറ്റുമൊക്കെ ഇതുപോലെ പല അനുഭവങ്ങളും ഉണ്ടാവും. അപ്പോൾ ഈ കുട്ടിക്ക് സംഭവിച്ചതുപോലെ തന്നെ മരിക്കാറാകുന്ന എല്ലാവർക്കും ഏകദേശം 4 ദിവസം അല്ലെങ്കിൽ 21 ദിവസം അല്ലെങ്കിൽ 41 ദിവസം മുൻപ് വരെയൊക്കെ ഈ പ്രാണൻ്റെ വ്യതിയാനം കൃത്യമായിട്ട് ഫീൽ ചെയ്യും. പക്ഷേ അത് വേണ്ട രീതിയിൽ ശ്രദ്ധിക്കപ്പെടണമെങ്കിൽ അതൊരു യോഗാവസ്ഥയിലുള്ള ആളായിരിക്കണം. അല്ലെങ്കിൽ ഭോഗി എന്ന് പറഞ്ഞാൽ ഭൗതിക സുഖങ്ങളിൽ രമിച്ചുകൊണ്ടിരിക്കുന്ന ആളാണെങ്കിൽ അതൊരു പക്ഷേ വേണ്ട വിധം ശ്രദ്ധിച്ചെന്ന് വരില്ല. എന്നാൽ ചിലർ ശ്രദ്ധിക്കുകയും ചെയ്യും. അത്തരം ഒരു ശ്രദ്ധയിലായിരുന്നിരിക്കണം ഒരു പക്ഷേ ഇദ്ദേഹം ഈ ചോദ്യം ചോദിച്ച ആളിൻ്റെ അനുഭവത്തിൽ വന്നിട്ടുള്ളത്. അത് സമാധിയല്ല, അത് മരണാവസ്ഥ മുൻകൂർ അനുഭവപ്പെടുന്നതാണ്. ഇപ്പോൾ ഗുരുജി ഇപ്പോൾ ഇത് സംസാരിക്കുമ്പോൾ എനിക്കൊരു സംശയം വന്നത്, ഇപ്പോൾ അത്രയും ചെറിയൊരു കുട്ടിയുടെ അനുഭവമാണ് ഗുരുജി പറഞ്ഞത്. ഇതുപോലെ പ്രായമായിട്ടുള്ള ആൾക്കാരുടെ അനുഭവം നമ്മൾ കാണാറുണ്ട്. പക്ഷെ ഇതുപോലെ തന്നെ സാധാരണ എല്ലാവർക്കും ചിലപ്പോൾ തോന്നുന്ന ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കപ്പെടാണ്ടിരിക്കുന്നതാണോ? 100%. മരണം എന്ന ആ ഒരു പ്രതിഭാസം ചെറിയ കാര്യമല്ല. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു നിറവയറായ ഒരമ്മ, ആ കുട്ടിയുടെ ചലനങ്ങൾ ഈ അമ്മയ്ക്ക് മണിക്കൂറുകൾക്ക് മുമ്പ് അല്ലെങ്കിൽ ചിലപ്പോൾ ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ അറിയാൻ പറ്റും. പഴയ ആൾക്കാരാണെങ്കിൽ ഒരുപാട്, ഇപ്പോൾ എൻ്റെ അമ്മയൊക്കെ എന്നെ പ്രസവിക്കുന്ന എങ്ങനെയാണെന്ന് അറിയാത്ത ഭയങ്കര രസമാണ്. അമ്മ നമുക്ക് കയറിൻ്റെ ബിസിനസ് ഉണ്ടായിരുന്നു.
വക്കം കടയ്ക്കാവൂർ ചിറയൻകീഴ് ഏരിയയൊക്കെ ഇങ്ങനെ കയറിൻ്റെ ഒരു ഏരിയ ആയിരുന്നു അന്ന്. എൻ്റെ വീട്ടിൽ ഏകദേശം എനിക്ക് നല്ല അറിവുള്ളപ്പോൾ 120ഓളം ആൾക്കാർ ജോലിക്ക് വരുമായിരുന്നു. തൊണ്ട് തല്ലാനും തൊണ്ടെടുക്കാനും പിന്നെ കയറ് പിരിക്കാനും അത് തെളിക്കാനും ഒക്കെ ഒരുപാട്. അപ്പോൾ ഞാൻ അമ്മയുടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 8ാമത്തെ പുത്രനാണ്. പിന്നെ ഞങ്ങൾ 7 പേരേ ഉള്ളൂ, 2 പേര് മരിച്ചുപോയെന്ന് അമ്മ പറഞ്ഞു. അപ്പോൾ അമ്മ കയറിടുകയായിരുന്നു. കയറിട്ടിട്ട് അപ്പോൾ ഒരു പിന്നെ റാട്ട്, അതായത് 3 പേര് ചേർന്നാണ് ഒരു യൂണിറ്റ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അമ്മ പറഞ്ഞു നാളെ, അമ്മ നിറവേറാണ്, അപ്പോൾ എന്നെ ഗർഭം ധരിച്ചിരിക്കുകയാണ്. അപ്പോൾ മറ്റുള്ളവരോട് പറഞ്ഞ് നാളെ നിങ്ങൾ വരണ്ട, കാരണം നാളെ ഞാൻ ജോലിക്ക് ഇറങ്ങില്ല, കാരണം ഇന്ന് രാത്രി മിക്കവാറും ഇതുണ്ടാവും പറഞ്ഞു. 1:15 മണിക്കാണ്, രാത്രി 1:15 മണിക്കാണ് എന്നെ പ്രസവിക്കുന്നത്. അപ്പോൾ അന്ന് വൈകിട്ട് വരെയും ഈ കയറിൻ്റെ പണി ചെയ്ത അമ്മ രാത്രി 1:15 എന്നെ പ്രസവിച്ചു. പിറ്റേന്ന് നിങ്ങൾ ജോലിക്ക് വരണ്ട, ഞാൻ റെസ്റ്റ് എടുക്കുകയായിരിക്കുമെന്ന് മുൻകൂട്ടി പറയാൻ അമ്മയ്ക്ക് കഴിഞ്ഞിരുന്നു. നമ്മൾ ഈ തമാശ പല ഇതിലും കേട്ടിട്ടുണ്ട്, പാടത്ത് പണിയെടുക്കുന്ന സമയത്ത് ഇതെല്ലാം വെച്ചിട്ട് പോയി പ്രസവിച്ച് തിരിച്ചു വരുന്നു എന്നുള്ള പണ്ടത്തെ ആൾക്കാരൊക്കെ ചെയ്യുന്നത്. പക്ഷെ ഇന്നത്തെ കാലത്ത് നമുക്കത് ഒട്ടും പ്രാക്ടിക്കലി നടക്കാറില്ല. അങ്ങനെ ആർക്കും അങ്ങനെ കേട്ടറിവില്ല എനിക്ക്. കാരണം ഇന്നത്തെ കാലത്ത് ശ്രദ്ധ മുഴുവൻ ബാഹ്യമാണ്. പണ്ട് ഫോൺ ഉണ്ടായിരുന്നോ? ഇല്ല. TV ഉണ്ടായിരുന്നോ? ഇല്ല. അപ്പോൾ നമ്മുടെ ലോകം വളരെ ചെറുതായിരുന്നു, അല്ലേ? അപ്പോൾ ചെറിയ ലോകത്ത് ജീവിക്കുമ്പോൾ ശ്രദ്ധ ചെറിയ തലത്തിൽ നിൽക്കും. അപ്പോൾ ശരീരവുമായിട്ട് മനസ്സ് യോജിച്ച് പ്രവർത്തിച്ചിരുന്നു. അപ്പോൾ അത് ഒരു വാസനാപരമായ കഴിവ്. ഒരു മൃഗത്തിന് എപ്പോഴും പ്രസവിക്കുമെന്ന് മൃഗത്തിനറിയാം. ഒരു പട്ടിയെ തന്നെ ചില സമയത്ത് അതിന് വയറിന് എന്തെങ്കിലും, നമ്മുടെ വീട്ടിൽ വളർത്തുന്ന പട്ടിയായാലും അതിനെന്തെങ്കിലും രോഗമുണ്ടെങ്കിൽ എത്ര രുചികരമായ ആഹാരം കൊടുത്താലും അത് കഴിക്കില്ല. കാരണം അതിനറിയാം ആ ആഹാരം എൻ്റെ രോഗപ്രതിരോധ ശേഷിയെ വിരുദ്ധമായി ബാധിക്കുമെന്ന് അതിനറിയാം. അപ്പോൾ അത് വാസനാപരമായൊരു കഴിവാണ്. അപ്പോൾ ഇവിടെ ഇപ്പോൾ നമുക്ക് ആധുനിക മനുഷ്യന് വാസനാപരമായ ആന്തരിക ദർശനം ഒരു പരിധിവരെ കുറഞ്ഞു എന്നല്ല ഞാൻ പറയുക, നഷ്ടപ്പെട്ടു എന്ന് വേണമെങ്കിൽ പറയാം. അതുകൊണ്ട് എന്തു പറ്റി? ബാഹ്യമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അറിയുന്നു. ഇപ്പോൾ അമേരിക്കയിൽ എന്ത് നടക്കുന്നു എന്ന് നമുക്ക്, ഇപ്പോൾ കാലിഫോർണിയയിൽ തീ, ഒരു 50 കൊല്ലങ്ങൾക്ക് മുമ്പ് കാലിഫോർണിയ തീ വിളിച്ചാൽ അത് അറിയാൻ എത്ര നാളെടുക്കും? ഒരു കപ്പൽ അവിടെ നിന്ന് ഇവിടെ വരുമ്പോഴാണ് ആൾക്കാർ പറയുന്നത് കാലിഫോർണിയ തീ പിടിച്ചു, എത്ര മാസങ്ങൾക്ക് ശേഷം. പക്ഷേ അവിടുത്തെ തീ ഇപ്പോൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ബാഹ്യമായ ശ്രദ്ധ കൂടിയപ്പോൾ ആന്തരികമായ ശ്രദ്ധ കുറഞ്ഞു. ആന്തരികമായ ശ്രദ്ധ കുറയുമ്പോഴാണ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമുക്ക് വളരെ ബുദ്ധിമുട്ടായി തോന്നുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് അപ്പോൾ മനുഷ്യൻ ആത്യന്തികമായി മാറിയിട്ടില്ലല്ലോ. അവിടെ നമുക്ക് എൻ്റെ അമ്മ ആ ഒരു അനുഭവിച്ചറിഞ്ഞ ഒരു ജീവൻ ശരീരത്തിൽ സംഭവിക്കുന്നത് മുൻകൂട്ടി അറിഞ്ഞതുപോലെ തന്നെ ഇപ്പോഴത്തെ സ്ത്രീകളും അറിയുന്നുണ്ട്. പക്ഷേ അവരുടെ ശ്രദ്ധ അവിടെ എത്തുന്നില്ല, മനസ്സിലാക്കാൻ പറ്റുന്നില്ല. മനസ്സിലാക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പാഠം പഠിച്ചു മനസ്സിലായി എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താണ്? ശ്രദ്ധയിൽ അത് പതിഞ്ഞു എന്നാണ്. അല്ലാതെ 10 പ്രാവശ്യം വായിച്ചിട്ടും ശ്രദ്ധ വേറെ ആയിരുന്നാൽ മനസ്സിലത് പതിയോ? ഇല്ല. ഇതുപോലെ നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന മാറ്റങ്ങളിൽ നമ്മുടെ ശ്രദ്ധ പതിയാത്തത് കൊണ്ടാണ് നമുക്കത് മനസ്സിലാകാത്തത്. ശ്രദ്ധ ബാഹ്യ വിഷയങ്ങളിൽ ഉറച്ചു നിൽക്കുന്നു. ഇവിടെയും മരിക്കുന്ന ആളിന് ഈ മാറ്റം സൂക്ഷ്മതലത്തിൽ അനുഭവപ്പെടുന്നുണ്ട്. പക്ഷെ ശ്രദ്ധ ബാഹ്യമായതുകൊണ്ട് ഇവനത് അറിയുന്നില്ല എന്നേ ഉള്ളൂ. മനസ്സിലായില്ലേ? അപ്പോൾ ഇവിടെ ആധുനിക മനുഷ്യൻ ചെയ്യേണ്ടത് ഈ തരം സംഭവങ്ങളെ ശാസ്ത്രദൃഷ്ടിയാൽ മനസ്സിലാക്കുകയും അതിനെ ഈ വിമർശനങ്ങൾക്കും വാഗ്വാദങ്ങൾക്കും വിട്ടുകൊടുക്കാതെ ഒരു സമീകൃതമായ സമ്യക്കായ സമാധി അനുഭവിക്കുന്ന അല്ലെങ്കിൽ സമാധാനപരമായ ഒരവസ്ഥയിലേക്ക് കൊണ്ടുപോയാൽ സമൂഹത്തിന് വളരെ നല്ലതായിരിക്കും. ഇപ്പം നമ്മൾ കൂടുതൽ കാണുന്നതും എന്തെങ്കിലും അതുപോലെ സംശയങ്ങളുണ്ടെങ്കിൽ തന്നെ നെറ്റിൽ കയറുന്നു, ഗൂഗിളിൽ സെർച്ച് ചെയ്യുന്നു, എന്തൊക്കെയാണ് തോന്നുന്നത്, തലവേദന, കാലുവേദന, അങ്ങനെയൊക്കെ കൊടുക്കുന്നു. അതിന് പറ്റിയ അസുഖം ഇതാണെന്ന് സ്വയം കണ്ടെത്തി അതിനുള്ള ട്രീറ്റ്മെൻറ്റ് നോക്കുക. അല്ലാണ്ട് ഒരിക്കലും സ്വന്തം ശരീരത്തെ മനസ്സിലാക്കാനോ അതിനുവേണ്ടി എന്താ ചെയ്യേണ്ടതെന്നുള്ളതിനെ പറ്റിയുള്ള ചിന്തകൾ ഇപ്പോൾ ആരും അധികം ചെയ്ത് കാണാറില്ലല്ലോ. കാരണം എന്താണ്? ഈ ഗൂഗിളിൽ സെർച്ച് ചെയ്തെന്ന് പറഞ്ഞില്ലേ, സ്വയം കണ്ടെത്തിയെന്ന് പറഞ്ഞാൽ രണ്ടും ശുദ്ധ അബദ്ധമാണ്. ആതിരെ ജീവിക്കുന്ന സാഹചര്യം വെള്ളക്കാരനറിയാമോ? ഇല്ല. ഈ ഗൂഗിളിൽ എന്താ ഉള്ളത്? ഇത് എവിടെയോ ഇരുന്ന്
എന്തൊക്കെയോ പഠിച്ചു എന്ന വ്യാജേന കുറേ ആശാന്മാർ ഇതിനകത്ത് ഫീഡ് ചെയ്യുന്ന സാധനമാണ് ഗൂഗിളിലുള്ളത്. മനസ്സിലായില്ലേ? എന്നിട്ട് അതിൽ സെർച്ച് ചെയ്തിട്ട് എനിക്ക് തലവേദനയുണ്ട്, ഇവിടെ ഇരിക്കുന്ന ആതിരയുടെ തലവേദന ചിലപ്പോൾ അയൽവക്കത്തുകാരൻ്റെ അഭ്യാസമായിരിക്കാം, ഇല്ലേ? അതിൻ്റെ കാരണം അപ്പോൾ ആതിര സെർച്ച് ചെയ്യുമ്പോൾ ഈ അയൽവക്കത്തുകാരൻ്റെ ഈ എന്താണ് അഴുക്കുകളൊക്കെ വലിച്ചെറിയുന്നൊരു പരിപാടി ഉണ്ടല്ലോ റോഡിൽ. ഇപ്പോൾ നമ്മൾ റോഡിൽ വണ്ടി ഓടിച്ചു പോകുമ്പോൾ അറിയാമല്ലോ, വേസ്റ്റ് എവിടെ നോക്കിയാലും വേസ്റ്റ് റോഡിലിട്ടിട്ടാണ് പോകണം. റോഡിൻ്റെ സൈഡിന് പോലും ഇപ്പോൾ ആൾക്കാരിടാറില്ല. അതെന്താണെന്നറിയോ? മലയാളിയുടെ മനോനില റോഡിൻ്റെ മധ്യത്ത് അല്ലെങ്കിൽ വണ്ടി പോകുന്ന സ്ഥലത്ത് ഇട്ടാൽ വണ്ടി കയറി ഇറങ്ങുമ്പോൾ ഇത് ഡിസിൻറ്റഗ്രേറ്റ് ചെയ്ത് പോകും. അപ്പോൾ അതുകൊണ്ട് സൈഡിലിട്ടാൽ അത് കിടക്കുന്നു പെട്ടെന്ന് കാണൂലേ, നശിച്ചു പോകില്ലല്ലോ. എത്ര ബുദ്ധിയാണ്! അപ്പോൾ ഇത്തരം കാര്യങ്ങൾ അയൽപക്കത്തുകാരൻ്റെ ഒരു കവർ വേസ്റ്റ് വീട്ടിനകത്തിട്ട് അല്ലെങ്കിൽ ഇത് പറഞ്ഞു മടുത്തു, അപ്പോൾ ആതിരയ്ക്ക് തലവേദന ഉണ്ടായി. ഓക്കെ, നെറ്റിൽ കയറി നോക്കുമ്പോൾ തലവേദനയുടെ കാര്യം എന്തായിരിക്കും? വെള്ളക്കാരന് അവൻ്റേതായിട്ടുള്ള പഠനങ്ങളോ അല്ലെങ്കിൽ നിരീക്ഷണങ്ങളിൽ നിന്നോ തലവേദനകൾക്ക് ഇന്ന കാരണങ്ങൾ കൊണ്ടുണ്ടാകാം എന്ന് വെച്ചിട്ട് എന്തെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ? അതും ഇതും ഈ മൂലകാരണമായിട്ട് വല്ല ബന്ധമുണ്ടോ? അപ്പോൾ ഈ സ്വയം കണ്ടെത്തി എന്ന് പറയുന്നത് ശുദ്ധാബദ്ധം. വേറാരോ പറഞ്ഞത് നമ്മൾ കടം കൊണ്ടുവന്ന് പറയുന്നതാണ് സാങ്കേതികമായി ശരി. അതുകൊണ്ട് ഗൂഗിളിൽ നിന്നൊന്നും സ്വയം കണ്ടെത്താൻ പറ്റില്ല. ഗൂഗിൾ വേണമെങ്കിൽ വെരിഫൈ ചെയ്യാം, സമാന സാഹചര്യങ്ങൾ ഉണ്ടോ ഇല്ലയോ എന്ന് സജഷൻസ് നോക്കാം. പക്ഷേ ഡിസിഷൻ ആരെടുക്കണം? അവനവൻ തന്നെ എടുക്കണം. ശരിക്കും ഓരോരുത്തരുടെ അഭിപ്രായങ്ങൾ കേൾക്കാം, തീരുമാനം അവനവൻ എടുക്കണം. പക്ഷെ തീരുമാനം അവനവൻ എടുക്കണമെങ്കിൽ അവബോധമുണ്ടായിരിക്കണം, അവനവനെക്കുറിച്ചൊരു ബോധമുണ്ടാകണം. അപ്പോൾ മാത്രമേ നമുക്കുറിച്ച് സുരക്ഷിതവും സന്തോഷകരവുമായ തീരുമാനങ്ങൾ എടുക്കാൻ കഴിയുള്ളൂ. ഇല്ലെങ്കിൽ എപ്പോഴും സംഘർഷങ്ങളായിരിക്കും. അതാണ് നമുക്ക് ചുറ്റും കാണുന്നത്. അത് എൻ്റെ അച്ഛനാണ് ഇത് ഞാൻ കണ്ടിട്ടുള്ളത്. അച്ഛൻ ഇതുപോലെ ഒരു പെട്ടെന്ന് എന്തോ അസ്വസ്ഥതയുണ്ട് എന്നുള്ള, അച്ഛൻ ഇതുപോലെ ശരീരം സ്വന്തമായിട്ട് കുറച്ച് നേരം ഇരുന്നായി കഴിഞ്ഞാലും ശരീരത്തിലെ ചലനങ്ങളെല്ലാം നിരീക്ഷിക്കുന്നൊരു വ്യക്തിയാണ്. ഇതുപോലെ എന്തോ തകരാറുണ്ടെന്നുള്ളത് മാത്രമേ മനസ്സിലായുള്ളൂ. നേരെ ഡോക്ടറിൻ്റെ അടുത്ത് ചെല്ലുന്നു. അവിടെ ചെന്ന് ഇരുന്ന് ഡോക്ടറെ വെയിറ്റ് ചെയ്യുന്ന സമയത്താണ് അച്ഛന് അറ്റാക്ക് വരുന്നത്. അപ്പം അച്ഛനെ അറിയായിരുന്നു എന്തോ ഒരു പ്രശ്നമുണ്ട് എന്നുള്ളത്. അതുകൊണ്ട് കൃത്യസമയത്ത് ആശുപത്രിയിൽ എത്തിച്ചുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ട്രീറ്റ്മെൻറ്റ് കിട്ടെ. ചിലർ ഇതുപോലെ വേറെ പല കാര്യങ്ങളിലും ചിലപ്പോൾ സ്വന്തമായിട്ട് എന്തെങ്കിലും മരുന്ന് കഴിക്കുകയോ സ്വന്തമായി എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് ചിലപ്പോൾ മരണത്തിലേക്ക് വരെ പോകാനായിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ടാവാം. അത് ഉത്തരവാദിത്വമില്ലാത്ത ആൾക്കാർക്ക് സ്വന്തം ശരീരത്തിനോട് സ്നേഹമോ ബഹുമാനമോ ഉത്തരവാദിത്വം ഇല്ലാത്തവർ എന്തെങ്കിലും ഇങ്ങനെ നിരുത്തരവാദപരമായ കാര്യങ്ങൾ ചെയ്ത് അത് പ്രശ്നത്തിലേക്ക് എത്താറുണ്ട്. ഇപ്പോൾ ഒരു ഉദാഹരണം, ഡോക്ടർ ദീപക് ചോപ്രയുടെ റിട്ടേൺ ഓഫ് ദ ഋഷി എന്ന ഒരു പുസ്തകത്തിൽ അദ്ദേഹത്തിൻ്റെ അനുഭവം. ദീപക് ചോപ്ര വളരെ ഫേമസ് ആയ ഒരു ഡോക്ടറാണ്. അദ്ദേഹം പറയുന്നുണ്ട്, ഒരു ദിവസം അദ്ദേഹത്തിൻ്റെ ഹോസ്പിറ്റലിൽ ഒരു വ്യക്തി കയറി വന്നിട്ട് പറഞ്ഞു, ഡോക്ടറെ എനിക്ക് ഹാർട്ട് അറ്റാക്ക് വരുമെന്ന് തോന്നുന്നു, എന്തെങ്കിലും പ്രശ്നമുണ്ടോ, എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഡോക്ടർ അതുവരെ നിലവിൽ ഉള്ള ഹൃദയ സംബന്ധമായ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഇല്ലയോ എന്ന് തീരുമാനിക്കാനുള്ള സർവ്വ ടെസ്റ്റുകളും ചെയ്തു. നത്തിങ് വാസ് റോങ്, ഒന്നിനും ഒരു കുഴപ്പമില്ലായിരുന്നു. ഇവർ പറഞ്ഞത് ഇത് വല്ല ഗ്യാസോ അല്ലെന്നുണ്ടെങ്കിൽ മറ്റേ എന്തെങ്കിലും ആയിരിക്കും എന്ന് വെച്ചിട്ട് അവർ ഗ്യാസിൻ്റെ ഗുളികയൊക്കെ കൊടുത്തു വിട്ടു. ഇത് കഴിഞ്ഞിട്ട് ഈ മനുഷ്യൻ ഒരു 2 ആഴ്ച കഴിഞ്ഞപ്പോൾ വീണ്ടും വന്നു, കൂടുതൽ പരിക്ഷീണനായിട്ട് പറഞ്ഞു, ഡോക്ടറെ എനിക്ക് ഹൃദയത്തിന് എന്തോ പ്രശ്നമുണ്ട്. അപ്പോൾ ഡോക്ടർമാർ പറഞ്ഞ് ഇയാൾക്ക് എന്തോ മാനസിക പ്രശ്നമാണ് എന്ന് വെച്ചിട്ട് വീണ്ടും സർവ്വ ടെസ്റ്റുകളും നോക്കി, ഒരു കുഴപ്പമില്ല. അപ്പോഴും പറഞ്ഞ് നിങ്ങൾക്ക് മാനസികമായുള്ളതായിരിക്കും, എന്തെങ്കിലും നല്ല യാത്രകളും മറ്റോ പോകുമെന്നൊക്കെ ഉപദേശിച്ച് വിട്ടു. അടുത്ത ആഴ്ച ഈ മനുഷ്യനെ എമർജൻസിയിൽ മാസീവ് ഹാർട്ട് അറ്റാക്കായിട്ട് അഡ്മിറ്റ് ചെയ്തു. ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല, മരിച്ചു. അപ്പോൾ ഡോക്ടർ എഴുതുകയാണ്, റിയലി ഐ വാസ് അഷെയിംഡ് ബീയിങ് എ ഡോക്ടർ. ഒരു ഡോക്ടറായതിൽ എനിക്ക് അപമാനകരമായി തോന്നിയ ഒരവസ്ഥയാണത്. അപ്പോൾ ഏകദേശം ഒരു മാസം മുമ്പ് ഹൃദയ സംബന്ധമായി അല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്ക് വരാൻ പോകുന്നു എന്ന് ഈ മനുഷ്യന് തോന്നി. ആ തോന്നലുകളെ മെഡിക്കൽ ടേംസിൽ വ്യാഖ്യാനിക്കാൻ കഴിയാതെ വന്നപ്പോഴാണ് അദ്ദേഹത്തിന് ഒന്നും ചെയ്യാൻ കഴിയാതെ പോയ. ഇവിടെയാണ് മനുഷ്യന് പരിമിതികളുണ്ട്, പക്ഷേ അറിവിന് പരിമിതികൾ ഇല്ല. ഏതറിവിന്? ഇന്ദ്രിയാത്മകമായ അറിവിനും അതിനപ്പുറത്തേക്ക്
അതീന്ദ്രിയമായ അറിവിലേക്കും നമുക്ക് പോകാനുള്ള വഴികളാണ് ഭാരതീയ പൈതൃകം നമ്മെ പഠിപ്പിച്ചത്. എന്തായാലും ഈ ഒരു അധ്യായം കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് സെൽഫ് റിയലൈസേഷനും സെൽഫ് ഒബ്സർവേഷനും കുറച്ചുകൂടി കൂടുതൽ നല്ല രീതിയിലേക്ക് നടത്താനായിട്ടുള്ള വഴി തെളിയിക്കട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം. എന്തായാലും ഗുരുജിയുടെ വിലയേറിയ സമയത്തിന് ഒരുപാട് നന്ദി. നമസ്കാരം. നമസ്കാരം. ഭരതവുമായി ബന്ധപ്പെട്ട സംശയങ്ങൾക്കും നിർദ്ദേശങ്ങൾക്കുമായി ഞങ്ങൾക്ക് എഴുതുക. ഭരതം, ഇന്റിമസി ഹീലിംഗ് വില്ലേജ്, പൂവത്തൂർ PO, നെടുമങ്ങാട്, തിരുവനന്തപുരം 695561. ഇമെയിൽ kaumudiBharatham@gmail.com.